ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോമ്പൊക്കെ തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് ബോളാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മളിനി ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ടെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടാണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ സവാള വഴറ്റുമ്പോൾ കൂടുതൽ വഴറ്റേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പച്ചമണക്ക മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും കറി ലീവ്സും പച്ചമുളകൊക്കെ ഇട്ടെടുക്കുന്നുണ്ട്. ഈ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മളിനി കുറച്ച് മസാലകൾ ആഡ് ചെയ്യാൻ പോവാണ്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ ചിക്കൻ മസാലപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടാണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കാം. പിന്നെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് മുളക് മാത്രമാണ് ഇട്ടെടുക്കുന്നത്. നമ്മൾ മസാലപ്പൊടികളൊന്നും ഇട്ടെടുക്കുന്നില്ല. നമ്മൾ ഈ ഒരു മസാല പാകത്തെ എരിവിനായിട്ടാണ് ഉണ്ടാക്കുന്നത്. കൂടുതൽ എരിവുള്ള മസാല എല്ലാം നമ്മളിതിന് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ഈ മസാലയിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുക്കറിൽ 2 പൊട്ടാറ്റോ വേവിച്ച് ഉടച്ച് വെച്ചതാണ് ഇട്ടെടുക്കുന്നത്. ഈ ഒരു മസാലയിലേക്ക് പൊട്ടാറ്റോ കംപ്ലീറ്റ് ആയിട്ട് പിടിക്കുന്ന വരെ മിക്സാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. ഇനി ഈ ഒരു മസാല നമുക്കൊരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റാണ്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്നും തണുക്കാൻ വെക്കണം. അപ്പം നമ്മൾ മസാല ചൂടൊക്കെ പോയി ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയൊരു ബോൾ ആക്കി എടുത്താണ്ട് നമ്മളെ കൈമക്ക് വെച്ചാണ്ട് ജസ്റ്റ് ഇതിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് കനം കുറഞ്ഞാണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കാണുന്ന പോലത്തെ ഷേപ്പ് ആക്കി എടുക്കണം. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ മസാല ഫുള്ളായിട്ട് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. അത് നമ്മൾ സ്ലൈസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കനം കുറഞ്ഞിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മളിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മസാല കോട്ട് ചെയ്യാനുള്ള മിക്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചാണ്ട് നമുക്ക് ഈ ഒരു മിക്സ് ഇങ്ങനെ മിക്സാക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടിയും വേണം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മാവ് എടുക്കാം. അതിൻ്റെ മേലെ നമ്മൾ ഒരു സ്ലൈസ് മുട്ട വെച്ച് കൊടുക്കാം. വീണ്ടും അതിൻ്റെ മേലെ തന്നെ ഒരു മാവ് എടുത്ത് ഒന്ന് സൈഡൊന്ന് ജോയിൻ ചെയ്ത് ഇതേപോലെ ഒന്ന് കറക്റ്റ് ഷേപ്പ് ആക്കി എടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു മൈദ മാവിൽ മുക്കിയാണ്ട് നമ്മൾ ബ്രെഡ് ക്രംസിലും കൂടി നമുക്കിതൊന്ന് മുക്കിയെടുക്കാം. ഇപ്പം നമ്മൾ ഒരു എഗ്ഗ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മൾ ബാക്കിയുള്ളത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഇവിടെ ചൂടാക്കാൻ വെക്കാം.
നമ്മൾ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്ന് 2-3 എടുത്താണ്ട് തിരിച്ചും മറിച്ചിട്ടാണ്ട് മീഡിയം സിമ്മിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ 2 ഭാഗവും ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി കിട്ടിയാൽ മതി. നമ്മളിത് ഉള്ളിൽ ഓൾറെഡി മസാലകളൊക്കെ വേവിച്ചിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഫ്രൈ ഒന്നും ആക്കേണ്ടതില്ല. അപ്പോൾ ഇതേപോലെ ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ കോരി മാറ്റാവുന്നതാണ്. അപ്പം നമ്മൾ ഫസ്റ്റത്തെ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എഗ്ഗ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇത് നോമ്പിന് ഉണ്ടാക്കി നോക്കേണ്ടത് തന്നെയാണ്. അത്രക്കും ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അസ്സലാമു അലൈക്കും.